Once again, welcome back to my video blog. My name is Ibad Rahman. നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സാധാരണ കേസിൽ നമ്മൾ മൊബൈൽ ഫോണുകളിൽ ഒരുപാട് ഫോട്ടോസ് എടുക്കാറുണ്ട് അല്ലേ? ഈ ഫോട്ടോ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഓഫീസ് പരമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ സൂക്ഷിക്കാറുണ്ട്. പക്ഷേ നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ മൊബൈൽ ഫോണുകളിൽ ഓരോ ആപ്ലിക്കേഷനുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഗാലറി പെർമിഷൻ ചോദിക്കാറുണ്ട്. ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗാലറി പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള ഇമേജുകൾ എടുക്കാനുള്ള ഒരു ആക്സസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അതാദ്യം തന്നെ മനസ്സിലാക്കാം. ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വളരെ ഫാസ്റ്റായിട്ട് റൺ ചെയ്യാനാണ് നോർമലി ഇങ്ങനെ ഒരു പെർമിഷൻ ചോദിച്ചിട്ട്, അതായത് നമ്മുടെ ബാക്കപ്പ്, ഇമേജുകളുടെ ബാക്കപ്പ്, ചെറിയൊരു ബാക്കപ്പ് എപ്പോഴും ഈ ഒരു ആപ്ലിക്കേഷനിൽ എടുത്ത് വെക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളുടെ ഇമേജുകൾ ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും, ഇമേജുകൾ മാത്രമല്ല വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ പോലും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഒരു പക്ഷേ മൊബൈൽ ഫോണുകളിൽ നിന്നും പൂർണ്ണമായിട്ടും മാറുകയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സമയത്ത് നമ്മുടെ ഫോണുകൾ എവിടെയെങ്കിലും നമ്മൾ വിൽക്കുകയോ ആർക്കെങ്കിലും നമ്മൾ കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, ഒരു ദുർബല നിമിഷത്തിൽ ആരെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണൊന്ന് റിക്കവറി ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണുകളിലുള്ള ഫോട്ടോസും വീഡിയോസും റിക്കവറായിട്ട് വരികയും ചെയ്യും. പലപ്പോഴും പല അപകടങ്ങളും, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളുടെ കുടുംബത്തെയോ നമ്മുടെ ബിസിനസ്സിനെയോ സങ്കടകരമാകുന്ന ചില വാർത്തകൾ കേൾക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെയുള്ള സമയത്ത് നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യേണ്ടത്, എപ്പോഴും നമ്മുടെ മൊബൈൽ ഫോണുകളുടെ ഗാലറികൾ അല്ലെങ്കിൽ വാട്സപ്പ് ആണെന്നുണ്ടെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ പക്ഷം. അതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, എന്ത് കാരണം വെച്ചാലും ഇനി ഫോൺ വിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഫോൺ ആരുടെയെങ്കിലും കിട്ടുന്ന സമയത്തോ ഒരിക്കലും ഈ ഇമേജുകളോ വീഡിയോകളോ ഒരിക്കലും റിക്കവർ ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനെക്കുറിച്ചുള്ളതാണ് നമ്മുടെ വീഡിയോ. നമ്മളെപ്പോഴും പറയുന്ന പോലെ, ജീവിതത്തെയും ബിസിനസ്സെയും നമ്മുടെ ലൈഫിനെയും വളരെ രീതിയിൽ ടെക്നോളജി സഹായകരമാവുന്ന രൂപത്തിലുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു പക്ഷേ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാം. എന്തായാലും നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് ഒന്ന് കിടക്കാം. ഈ ആപ്ലിക്കേഷൻ്റെ പേര് DFS ഷഡർ എന്നാണ്. നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം പറയാം, ചില ആപ്ലിക്കേഷനുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരുപാട് പരസ്യങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇതിൽ പരസ്യമൊന്നുമില്ല, പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. പക്ഷെ ആദ്യം തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഇതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല. ആക്റ്റീവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ബൈ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്കിവിടെ ഒരു കോഡ് എൻട്രി ചെയ്ത് കൊടുക്കാം. എന്തായാലും ഈ ഒരു കോഡ് എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇടുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ കോഡ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷനുകളിൽ നിന്ന് കൊണ്ടിട്ട് ഒരു ഇമേജ് പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വന്നപ്പോൾ കാണാൻ സാധിക്കും, ഗാലറിയുടെ ഒരു പടമുണ്ട്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെൻറ്റ്സ്, വാട്സപ്പ്. ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ, ഒരുപക്ഷെ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ എന്തെങ്കിലും സീക്രട്ട് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും. PDF ഉണ്ടാകാം, അല്ലെങ്കിൽ എന്താ പറയുക, മൈക്രോസോഫ്റ്റിൻ്റെ MS അല്ലെങ്കിൽ ഡോക് ഫയലുകൾ ഉണ്ടാകാം. ഈ ഫയലുകളെല്ലാം നമ്മൾ വൺസ് ഇതുവഴിയാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഒരിക്കലും ഇത് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നില്ല. ചില ആളുകൾ, ചില സുഹൃത്തുക്കളുടെ ചില ഫോട്ടോകൾ ഒരുപക്ഷെ വിദേശ രാജ്യത്ത് നിന്നും നാട്ടിലേക്ക് അയക്കുന്ന ചില സ്വഭാവങ്ങളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഇത് ഉപയോഗിച്ച് നിങ്ങളൊന്ന് ഡിലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സമാധാനമായിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. ആദ്യം തന്നെ ഞാനിവിടെ സെലക്ട് ഫയൽ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഗാലറിയിലുള്ള, എൻ്റെ ഫോണിലുള്ള ഇൻസ്റ്റാഗ്രാമിൻ്റെ കുറേ ഫോട്ടോസ് ഉണ്ട്, ക്യാമറ, അങ്ങനെ എല്ലാ ഫോട്ടോസും ഉണ്ട്. ഞാനിവിടെ ക്യാമറ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തേക്കാം. ഈ ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഇനി അതല്ല, ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ഓൾ കൊടുക്കാം. ഓൾ കൊടുത്താൽ നമ്മളുടെ മൊബൈൽ ഫോണിൽ നിന്ന് എല്ലാ ഫോട്ടോസും റിമൂവായി പോവുകയും ചെയ്യും. പിന്നെ ആർക്കും റിക്കവർ ചെയ്യാൻ സാധിക്കുന്നില്ല. ദെൻ നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ വൺസ് ഈ ഒരു ഫോട്ടോ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ റിക്കവർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം. ഇവിടെ ഒരു മെത്തേഡ് കൂടെ ഉണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള മെത്തേഡ് ഇതിൻ്റെ ചൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സ്റ്റാർട്ട് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് ആ ഫോട്ടോ കംപ്ലീറ്റ് ആയിട്ട് പോയ റിസൾട്ടാണ് കാണുന്നത്. വ്യൂ റിപ്പോർട്ട് കാണാൻ സാധിക്കും, കണ്ടോ. ഇനി ഒരിക്കലും ഈ ഫോൺ ആരുടെയെങ്കിലും കിട്ടിയാലോ അല്ലെങ്കിൽ ഫോൺ ആർക്കെങ്കിലും വിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മറ്റ് റിക്കവറി സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ഒരിക്കലും
ഈ ഫോട്ടോസ് നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നില്ല. സമാധാനമായില്ലേ? നമ്മുടെ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്, എൻ്റെ ഫോണിൽ നിന്ന് ആരെങ്കിലും ഫോട്ടോ എടുത്തുകൊണ്ട് പോകുമോ, എൻ്റെ വാട്സപ്പിൽ വന്ന ഫോട്ടോ വാട്സപ്പുകാരൻ എടുത്തുകൊണ്ട് പോകുമോ, ഫോൺ വിറ്റാൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മുടെ സുഹൃത്തുക്കൾ പലരും ചോദിക്കാറുണ്ട്. അതിനൊരു പരിഹാരമായി അങ്ങനെ നമുക്ക് ഓഡിയോസ് വാട്സപ്പിൽ എന്ന് പറയുമ്പോൾ വാട്സപ്പിൻ്റെ ഓൾ ഫയൽസ് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതൊരു പക്ഷേ ഒരുപാട് ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന ഫോട്ടോസ് ഉണ്ട്. അതെല്ലാം നമുക്ക് ഒരു 2 ദിവസം കൂടുമ്പോഴോ 3 ദിവസം കൂടുമ്പോഴോ ഒന്ന് കണ്ടതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി ഷെഡ് ഫയൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഷെഡ് ഫയൽസിലാണ് ഒരുപക്ഷെ എന്തെങ്കിലും PDF ഫയലുകളോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പോലെ ഡോക്യുമെൻറ്റ് ഫയലുകളോ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ഫയലുകളെല്ലാം ഈ ഒരു ഏരിയയിലാണ് ഉണ്ടാകുന്നത്. ഇതും നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. എക്സ്റ്റേണൽ സ്റ്റോറേജ് ഒരുപക്ഷെ നമ്മുടെ എന്തെങ്കിലും ഒരു മെമ്മറി കാർഡിലുള്ള ഫയലുകളാണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇൻറ്റേർണൽ സ്റ്റോറേജ് അതായത് നമ്മുടെ ഫോൺ എല്ലാം പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യാം. എപ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരുപക്ഷെ എന്തെങ്കിലും ഇതേപോലെയുള്ള അപകടങ്ങളിൽ ചെന്ന് നമ്മുടെ സുഹൃത്തുക്കൾ അറിയാതെ ചാടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. ചില റിക്കവർ ചെയ്യുന്ന ആളുകൾ, എല്ലാവരും എന്ന് പറയുന്നില്ല, റിക്കവർ ചെയ്യുന്ന ചില മഹാന്മാർ ഇങ്ങനത്തെ ഫോട്ടോസും വീഡിയോസും റിക്കവർ ചെയ്യുകയും അത് മിസ്യൂസ് ചെയ്യാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ ആപ്ലിക്കേഷൻ ഇന്ന് തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഇൻസ്റ്റാൾ ചെയ്യുക. ആൻഡ്രോയിഡിൽ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യുക. ലിങ്ക് എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആക്ടിവേറ്റ് ചെയ്യാനുള്ള കോഡും ഞാൻ ഇടുകയും ചെയ്യുന്നുണ്ട്. ടെക്നോളജി നമ്മുടെ ജീവിതം എത്രമാത്രം സഹായിക്കുന്നു. ടെക്നോളജി വളരെ ഗ്രോ ആയിട്ട് ഫാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ലൈഫും അതിനനുസരിച്ച് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും സൂക്ഷിച്ചുകൊണ്ട് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.